അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനുസല്ലി അലാ റസൂലിൽ കരീം. അമ്മാ ബഅദ്. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇന്ന് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാത്രിയിലാണ് നാം നിലകൊള്ളുന്നത്. വെള്ളിയാഴ്ച ആ അനുഗ്രഹീതമായ ദിവസം നമ്മളിൽ സമാഗതമാകുന്നത് മഗ്‌രിബിൻ്റെ സൂര്യ അസ്തമയത്തോടുകൂടി വെള്ളിയാഴ്ച എന്ന ആ അനുഗ്രഹീതമായ രാവിലേക്ക്, അതിൻ്റെ രാത്രിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആ രാത്രിയും അതിൻ്റെ പകലും പുണ്യകരമാണ്. ആ രാത്രിയും പകലും ഒക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ചയുടെ പകലിലോ നാം ചെയ്യുന്ന ഏറ്റവും വലിയ, വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം എന്ന് പറയുന്നത്, അത് വിശുദ്ധ ഖുർആനിലെ 18-ാമത് അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 110 വചനങ്ങൾ പാരായണം ചെയ്യലാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് അത് ഓതുവാനും അതിൻ്റെ ആശയം ചെറിയ രീതിയിൽ ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ക്ലാസ്സിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്, നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 18-ാമത് അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 110 വചനങ്ങൾ ഉള്ള ആ സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നാം പാരായണം ചെയ്യുകയും ചെറിയ രീതിയിൽ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ന് നാം ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫിലെ 9, 10, 11 വചനങ്ങളാണ്. 3 വചനങ്ങളെ സംബന്ധിച്ച് ഓതുവാനും അതിൻ്റെ ആശയങ്ങൾ ചെറിയ രീതിയിൽ ഗ്രഹിക്കുവാനുമാണ് നാം ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരു കർമ്മം സ്വീകാര്യയോഗ്യമായ, ഇരുലോകത്തും പ്രതിഫലാർഹമായ പ്രവർത്തനമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ കഹ്ഫിലെ 9-ാമത്തെ വചനം ശ്രദ്ധിക്കുക. ആ വിശുദ്ധ ഖുർആനിൻ്റെ 9, 10, 11 വചനങ്ങൾ ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. 9-ാമത്തെ വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി ഖാനൂ മിൻ ആയാതിനാ അജബാ ഇദ് അവൽ ഫിത്യതു ഇലൽ കൗഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുങ്ക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കൗഫി സിനീന അദദാ. സദഖല്ലാഹുൽ അലീം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ ചരിത്ര സംഭവമായി, അഥവാ കഹ്ഫ് ഗുഹാനിവാസികളുടെ സംഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ 9 മുതലുള്ള വചനങ്ങളിൽ കൂടി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് എന്നാൽ തന്നെ ഗുഹ എന്നാണ് അർത്ഥം. ആ ഗുഹയിൽ അഭയം പ്രാപിച്ച കുറേ ചെറുപ്പക്കാരായ സത്യവിശ്വാസികളുടെ ഈമാനികമായ
ആ പ്രവർത്തനത്തെയും അവരുടെ ആ ചരിത്ര സംഭവത്തെയുമാണ് ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 9 മുതൽ 26 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഈ ഖുർആനിലുണ്ട്. ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 9 മുതൽ 26 വരെയുള്ള വചനങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് പ്രവാചകനായി, അള്ളാഹുവിൻ്റെ ദൂതനായി, അള്ളാഹുവിൻ്റെ റസൂലായി അയക്കപ്പെട്ട ഈസാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമയുടെ പ്രബോധന കാലഘട്ടത്തിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെയും ഈസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൻ്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടം ഏകദേശം 600 വർഷക്കാലം ഇടയുണ്ടായിരുന്നു. അഥവാ ഈസാ നബി അലൈഹിസ്സലാമയുടെ പ്രബോധന ശേഷം ഏകദേശം 550-600 വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് മഹാനായ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നത്. ഈ കാലയളവിൽ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സംഭവമാണ് ഈ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കുന്നത്. അഥവാ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ഒരു പറ്റം ചെറുപ്പക്കാരായ യുവാക്കൾ അവർ ദീനീ പ്രബോധന രംഗത്ത് മുഴുകുകയും അവർ വിശ്വാസിച്ച വിശ്വാസ സംഹിതയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അവസാനം അവർക്ക് സ്വന്തം നാടും സ്വന്തം പ്രദേശവും വീടുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് ഈ 9 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത്. ഈ ഗുഹാനിവാസികൾ അന്നത്തെ ആ കാലഘട്ടത്ത് അവരുടെ ആ നാട്ടിൽ അഥവാ ജോർദാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശമാണ് എന്ന് ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു. ആ പ്രദേശത്ത് ഇന്നും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പറ്റം ചെറുപ്പക്കാരെ സംരക്ഷിച്ച ആ ഗുഹയൊക്കെ ഇന്നും ചരിത്ര പ്രസിദ്ധമായി അവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കുന്ന ഈ വിഷയം അള്ളാഹുവിലും അന്ത്യദിനത്തിലും മരണാനന്തര ജീവിതത്തിലുമൊക്കെ വിശ്വസിച്ച ഈ ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന ആ നാട്, ആ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് സർവ മനുഷ്യരും വിഗ്രഹാരാധനകളിലും അതുപോലെ തന്നെ അധാർമികമായ പ്രവർത്തനങ്ങളിലും മുഴുകി നിൽക്കുന്ന ആ സമൂഹം എത്രത്തോളം എന്നാൽ ആ നാട്ടുകാരും അതുപോലെ തന്നെ ആ നാടിൻ്റെ ഭരണകർത്താവുമായ രാജാവ് വിഗ്രഹാരാധകനായിരുന്നു. മാത്രവുമല്ല സർവ്വ തിന്മകൾക്കും കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ സമൂഹത്തിൽ നിന്നും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സമർത്ഥിക്കുകയും അങ്ങനെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ യുവാക്കളെ വധിക്കുവാൻ വേണ്ടി രാജാവ് പ്ലാൻ ചെയ്യുകയും തദടിസ്ഥാനത്തിൽ ആ രാജാവ് ആ ഗുഹാനിവാസി ഈ ചെറുപ്പക്കാരായ വിശ്വാസികളായ ഈ ചെറുപ്പക്കാരെ വധിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തങ്ങൾ വിശ്വാസിച്ച വിശ്വാസ സംഹിതയെ കാത്തു സൂക്ഷിക്കുവാനും അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിക്കുവാനും അവരുടെ ജീവൻ രക്ഷാർത്ഥം അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി ആ നാട് വിടേണ്ടി വന്നു. അവർ അങ്ങകലെയുള്ള ഒരു പാറപ്രദേശത്ത്, ഒരു കുന്നിൻ പ്രദേശത്ത് കയറിപ്പോവുകയും അങ്ങനെ അവിടെ ഒരു ഗുഹ കാണുകയും ആ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ ഏകദേശം നൂറ്റാണ്ടുകളോളം 300-ൽ പരം വർഷങ്ങൾ ഈ യുവാക്കൾ ആ ഗുഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകിയെന്നും അവരെ അവിടെ ഉറക്കി കിടത്തിയെന്നും ഒക്കെ ഈ ചരിത്രം നമുക്ക് പ്രതിപാദിച്ചു തരികയാണ്. വളരെ ഹ്രസ്വമായ രീതിയിൽ നീട്ടിപ്പരത്തി പരിശുദ്ധ ഖുർആൻ പറയാതെ ചരിത്രങ്ങളുടെ വെറും കണ്ടന്റുകൾ വളരെ ചുരുക്കി അതിൻ്റെ രത്ന ചുരുക്കമാണ്
ചരിത്രങ്ങൾ ചെറുതായി ഖുർആൻ സൂചിപ്പിച്ചു പോകുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫിലെ ഈ 9 മുതൽ 26 വരെയുള്ള വചനങ്ങൾ ആ വിശ്വാസ സംരക്ഷണാർത്ഥം അഭയം പ്രാപിച്ച ആ ഏതാനും കുറച്ച് ചെറുപ്പക്കാരുടെ സംഭവങ്ങളാണ് അള്ളാഹു പറയുന്നത്. 300ഓളം വർഷം അവരെ ആ ഗുഹയിൽ അള്ളാഹു ഉറക്കിക്കിടത്തി എന്നും ഒക്കെ ഈ ചരിത്രം പറയുന്നുണ്ട്. ഇതിൽ നിന്നും വിശ്വാസികൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, നാം മരിച്ച് മണ്ണിനോട് അലിഞ്ഞു ചേർന്നാലും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും മരിച്ച് മണ്ണിനോട് ജീർണിച്ച് പോയാൽ പോലും അള്ളാഹു പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ സംഭവത്തിലൂടെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിൻ്റെ വളരെ ഒരു വലിയ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ആ ആയത്തിൻ്റെ അർത്ഥങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് നമുക്ക് നോക്കാം. 9-ാമത്തെ വചനം ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കൗഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. നബിയെ, അല്ല, ഗുഹയുടെയും റഖീമിൻ്റെയും ആൾക്കാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ആശ്ചര്യമായിരുന്നുവെന്ന് നീ വിചാരിക്കുന്നുവോ? അം ഹസിബ്ത, അം അല്ല, ഒരു പക്ഷേ, ഹസിബ്ത നീ വിചാരിക്കുന്നുവോ, അന്ന അസ്ഹാബൽ ഖൗഫ് നിശ്ചയമായും ഗുഹയുടെ ആൾക്കാർ, ഗുഹാനിവാസികൾ, വറഖീമി റഖീമിൻ്റെയും, കാനു അവരായിരുന്നു എന്ന്, മിൻ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, അജബ ഒരു വലിയ ആശ്ചര്യം. നബിയെ, അല്ല, ഗുഹയുടെയും റഖീമിൻ്റെയും ആൾക്കാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ആശ്ചര്യമായിരുന്നുവെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വീണ്ടും അല്ലാഹു ചോദിക്കുന്നു, ഇത് അവൽ ഫിത്യതു ഇലൽ ഖൗഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ആ യുവാക്കൾ ഗുഹയിലേക്ക് ചെന്നു. അഭയം പ്രാപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ പക്കൽ നിന്നും കാരുണ്യം നൽകണമേ. ഞങ്ങളുടെ കാര്യത്തിൽ നീ ഞങ്ങൾക്കു നേർമാർഗം സജ്ജമാക്കി തരുകയും ചെയ്യണമേ. ഇത് അവൽ അഭയം പ്രാപിച്ചപ്പോൾ, ചെന്നു ചേർന്നപ്പോൾ, അൽ ഫിത്യത്തു യുവാക്കൾ, ഇലൽ ഖൗഫി ഗുഹയിലേക്ക്, ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, റബ്ബന ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ, ആതിന ഞങ്ങൾക്കു നൽകണമേ, മില്ലദുങ്ക നിന്റെ പക്കൽ നിന്നു, റഹ്മത്തൻ കാരുണ്യം നൽകണമേ, ദയ അനുഗ്രഹം ചെയ്യണമേ, വഹയ്യിഅ ലനാ സജ്ജമാക്കി ഒരുക്കി തരുകയും വേണമേ, ലനാ ഞങ്ങൾക്ക്, മിൻ അംരിന ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച്, റഷദ നേരായ മാർഗം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ആ ഗുഹാനിവാസികളായ ചെറുപ്പക്കാർ ആ ഗുഹയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭമാണ് അള്ളാഹു ഈ 10-ാമത്തെ വചനം പറയുന്നത്. 11-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, فضربنا على آذانهم في الكهف سنين عددا. അങ്ങനെ ഗണ്യമായ വർഷങ്ങളോളം ആ ഗുഹയിൽ വെച്ച് നാം അവരുടെ കർണപുടങ്ങളെ അടച്ചു കളഞ്ഞു, അവരെ നാം ഉറക്കിക്കളഞ്ഞു. ഫളറബ്ന അങ്ങനെ നാം അടച്ചു കളഞ്ഞു, അല ആദാനിഹിം അവരുടെ കാതുകൾക്ക് കർണപുടങ്ങളെ, ഫിൽ കൗഫി ഗുഹയിൽ വെച്ച്, സിനീന വർഷങ്ങൾ കൊല്ലങ്ങളോളം, അദദ ഗണ്യമായ കുറെ നാള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസ സംരക്ഷണാർത്ഥം
ഗുഹയിൽ അഭയം പ്രാപിച്ച ഈ സത്യവിശ്വാസികളായ ചെറുപ്പക്കാരെ നാളുകളോളം, നൂറ്റാണ്ടുകളോളം ആ ഗുഹയിൽ അള്ളാഹു ഉറക്കിക്കിടത്തി. അങ്ങനെ അവരെ അള്ളാഹു സംരക്ഷിച്ചു എന്ന് ഈ വചനങ്ങൾ പറയുന്നു. തുടർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് അള്ളാഹു താല 9 മുതൽ 26 വരെയുള്ള സൂറത്തുൽ കൗഫിലെ വചനങ്ങൾ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ടത് അനുസരിച്ച് അതിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ചിന്തിക്കുവാനും വിശുദ്ധ ഖുർആനിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ ആശയങ്ങളും പൂർണ്ണ രീതിയിൽ ഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഖുർആനിന്റെ വാഹകരായി, യഥാർത്ഥ ഒരു മുഅ്മിനായി, മുസ്ലിമായി, അറിവും ബോധവും തഖ്വയുമുള്ള ഒരു നല്ല മനുഷ്യനായി കഴിയുവാൻ ഈ ഖുർആനിന്റെ വചനങ്ങൾ, ഇതിന്റെ ചരിത്ര സംഭവങ്ങൾ, ഇതിന്റെ അധ്യാപനങ്ങൾ നമുക്ക് പ്രചോദനവും ആവേശവും നൽകുമാറാകട്ടെ. ഈ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്കും മാനസികമായ മാനസാന്തരങ്ങൾക്കും മാനസികമായി അള്ളാഹുമായി അടുക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പ്രചോദനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾ നടത്തുന്ന ഈ സൽക്കർമ്മം അള്ളാഹുവെ നീ സ്വീകരിക്കണമേ. അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നീയുമായി അടുക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ اللهم أحينا على الكتاب والسنة وأمتنا في ليلة الجمعة أو في نهارها يا أرحم الراحمين. അള്ളാഹുവെ ഈ വെള്ളിയാഴ്ചയുടെ പകലോ രാത്രിയോ അള്ളാഹുവെ ഈമാനോടുകൂടിയുള്ള മരണം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവെ നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ ഞങ്ങളിൽ പലരും ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് റബ്ബേ. അള്ളാഹുവെ നിന്റെ പ്രത്യേകമായ തിരുനോട്ടം നീ ഞങ്ങളിൽ വർഷിപ്പിക്കണമേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് സലാമത്ത് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവെ നിന്റെ ഹിമായത്തിലാക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.